എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നലെ നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി, അവരെ അറിയപ്പെടുന്നത് അമ്മയായിട്ടാണ്, ശൈലജ ടീച്ചർ. അവർ ഒരു കൊടും ക്രിമിനലുകളെ ജയിലിലേക്ക് യാത്ര അയക്കാൻ മുന്നിൽ നിൽക്കുകയായിരുന്നു. അറിയപ്പെടുന്ന അവർ MLA ആണ്. അപ്പോൾ ഈ MLAക്ക് ഏത് ക്രിമിനൽ എങ്ങനെ ആയിരുന്നാലും അവരോടൊപ്പം ഉണ്ടാകും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവർ ഇന്നലെ ആ യാത്രയപ്പിന് അവിടെ ഉണ്ടാകാൻ കാരണം. ഈ ടീച്ചറമ്മ എന്നുള്ളൊരു പേരിലാണ് ഇവരെ അറിയപ്പെടുന്നത്. അവർ ടീച്ചറായിരുന്നു. പക്ഷേ കുറച്ചെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയൊക്കെ പറഞ്ഞു കൊടുത്ത ഈ ടീച്ചർ, എനിക്ക് അവരെന്ത് സബ്ജക്റ്റ് എടുത്ത് എന്താണെന്ന് അറിയില്ല, പക്ഷെ അറിയപ്പെടുന്നൊരു ടീച്ചറായിട്ടാണ് പഠിപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഇത് കണ്ടിരിക്കാം. ആ ഒരു കൊടും ക്രിമിനലുകളെ ജയിലിലേക്ക് യാത്രയാക്കുന്ന ഒരു രംഗങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഒരു മന്ത്രിക്ക്, പഴയ മന്ത്രിയാണെങ്കിലും അതൊട്ടും യോഗ്യമായ ഒന്നല്ലായിരുന്നു. അവരുടെ ആരോഗ്യമന്ത്രി അവരുടെ പ്രവർത്തനത്തിൽ പലരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒപ്പം ചില മോശമായ അഭിപ്രായങ്ങളും അവരുടെ പേരിലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം, ഈ കോവിഡ് സമയത്ത് ശരിക്കുള്ള മരണം എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ മരണനിരക്കിനെ കുറച്ച് കാണിച്ച് അവർ പല പ്രസക്തി പത്രങ്ങളുമൊക്കെ സ്വന്തമാക്കി നല്ലൊരു പേരൊക്കെ തരപ്പെടുത്തിയെടുത്തു. അതിനിടയ്ക്കാണ് ആ കോവിഡ് സമയത്ത് ഒരു ഗ്ലൗസിൻ്റെ ഒരു പ്രോബ്ലം, അതെന്തൊരു കോടികളുടെയൊക്കെ തിരിമറി നടന്നതായി നമ്മൾ വായിച്ചതാണ് പത്രവാർത്തകളിൽ കൂടെ. എന്തായിരുന്നാലും അവരുടെ പിൻഗാമിയായിട്ടാണ് ഇപ്പോഴുള്ള ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്. ഒരു സ്ത്രീ മെഡിക്കൽ കോളേജ് ആ ബിൽഡിംഗ് ഡാമേജ് ആയപ്പോൾ അവിടെ ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരവിടെ വന്നു, എല്ലാം ഇവിടെ ശരിയാണ്, ഓക്കെയാണ്, ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഇവിടെ എല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടൊന്ന് പോയപ്പോൾ അപ്പോഴാണ് അറിയുന്ന ഒരു സ്ത്രീ ആൾറെഡി അതിൻ്റെ ഉള്ളിൽ മരണപ്പെട്ട് കഴിഞ്ഞെന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരിപ്പോൾ നടത്തുന്ന ഒരു പ്രസ്ഥാനം, നമ്മുടെ ഈ ഡോക്ടർ ഹാരിസ്, ഉള്ള സത്യം പാവം പിടിച്ച ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അതിന് ആ ഡോക്ടറെ ക്രൂശിക്കാനുള്ള പുറപ്പാടിലാണ്. പിന്നെ ഇവർ കാണിക്കുന്ന ഏത് അബദ്ധങ്ങളും സത്യസന്ധമായ കാര്യങ്ങളും പബ്ലിക്ക് ന്യൂസൻസായിട്ടുള്ളത് എന്ത് പറഞ്ഞാലും അത് സിസ്റ്റം തകരാറെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു പരിപാടി. ഒട്ടും ഒരു നല്ല രീതിയിലുള്ള എന്താ പറയുക പ്രഖ്യാപനങ്ങളോ പ്രവർത്തനങ്ങളോ അല്ല ഇപ്പോഴുള്ള ഈ ആരോഗ്യമന്ത്രിയിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടുന്നത്. പല ബുദ്ധിമുട്ടുകളുണ്ട്. ആവശ്യത്തിനുള്ള മരുന്നുകൾ വരെ ഹോസ്പിറ്റലിലില്ല. ഡോക്ടർ കുറിപ്പെഴുതി കൊടുക്കും, അപ്പം അവർ പുറത്തുപോയി മരുന്ന് വാങ്ങി കൊടുക്കണം. അതാണിപ്പം നടക്കുന്നത്. ഒരുവിധം ആവശ്യമുള്ള മരുന്നുകളൊന്നും ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇല്ല. അത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ മിടുക്കായിട്ടാണ് ആ മന്ത്രി കാണുന്നത്. അതൊരു കഴിവായിട്ടാണ് കാണുന്നത്. ഈ ആൾക്കാരെ പ്രകോപിപ്പിക്കുക, പ്രകോപനങ്ങളെ വളരെ നല്ല ശൈലിയിൽ അതിനെ പ്രതികരിക്കുക, അതിനെ തടഞ്ഞു നിർത്തുക. അവന് എന്ത് കേട്ടാലും അത് എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറയും. എന്തായിരുന്നാലും നമ്മളിത് സഹിച്ചേ പറ്റൂ. ഒരു സൈഡ് പഴയ നമ്മുടെ ടീച്ചറമ്മ ക്രിമിനലുകൾക്ക് പ്രചോദനം, അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ജയിലിലേക്ക് യാത്രയാകുന്നു. ഇവിടെ ഒരു സ്ത്രീ, ഇപ്പോഴത്തെ മന്ത്രി, മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അത് തകർന്നു വീണ ബിൽഡിങ്ങിൻ്റെ ആ അവശേഷങ്ങൾ എടുത്തൊരു സ്ത്രീ അന്ത്യശ്വാസം വലിച്ചപ്പോൾ ഇവരവിടെ ഒന്ന്
ഇവിടെ ഇപ്പോൾ എല്ലാം നോർമലായി എല്ലാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയത്. അത് പോയതിന് ശേഷമാണ് അങ്ങനെ മരണത്തിൻ്റെ വിവരം തന്നെ അറിയുന്നത്. അതൊന്നും ദർ വെരി ടേക്ക് ഇറ്റ് ആസ് എ ഈസി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവരിപ്പോഴും മന്ത്രിപദത്തിൽ തുടരുന്നുണ്ട്, യാതൊരു ഉളുപ്പുമില്ല. ഇതൊക്കെയെല്ലാം ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. ഇനി എത്ര നാൾ വരെ ഇത് സഹിക്കേണ്ടി വരുമെന്ന് ഈശ്വരന് മാത്രമേ അറിയാവൂ. എന്തായിരുന്നാലും മന്ത്രിയുടെ ഈ സിസ്റ്റം തകരാറിന് അഭിവാദനങ്ങൾ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.